ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക്. അപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. തിരുമലൈ ഗോൾന്നുമായിട്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്തോട്ട് വന്നതാണ്. ഒരു 400 മീറ്റർ ഹൈറ്റുള്ളൊരു മലയ്ക്ക് മുകളിൽ ഇരിക്കുന്നൊരു അമ്പലമാണ്. ചുറ്റും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അമ്പലം. അതുമാത്രമല്ല, പുഷ്പ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തെങ്കാശിയിലേക്ക് പോകുന്ന വഴിക്കാണ്. സൺറൈസായി വരുന്നുണ്ട്. തെങ്കാശിൻ്റെ ഭാഗങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഈ റോഡ് വിൻ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മിസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ കുളത്തുപ്പുഴ എത്തിയിട്ടുണ്ട്. ഒരു ചായ കുടിക്കണം, അതാണ് ഉദ്ദേശം. തെങ്കാശിയിലോട്ട് പോകുന്ന വഴിക്ക് തെന്മല ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആണ്. അപ്പോൾ ഒന്ന് തെന്മല ഡാമിൻ്റെ ഷട്ടർ ഒന്ന് ഇവിടെ നിന്ന് പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തെങ്കാശിയിലോട്ട് പോവാം. തെന്മല ടൂറിസം ഇതിനടാ അടിക്കണേ. തെന്മല ഡാമിലോട്ട് പോകുന്ന എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോകണം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. കൈവരിക്ക് കുറച്ച് പൊക്കം കുറവാണ്. അവിടെ നമ്മുടെ തെന്മല ഡാം ഓപ്പൺ ആണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഓപ്പണാക്കി തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ തെന്മല ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആണ്. 3 ഷട്ടർ ഓപ്പൺ ആണ്. കല്ലട ഡാം തെന്മല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അധികം വെള്ളമുണ്ട് ഇവിടെ. ഒരു നീർക്കാക്ക. തെന്മല എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ വീണ്ടും തെങ്കാശിയിലോട്ട് പോവാണ്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. രാവിലെ സൺറൈസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു മൂടലൊക്കെയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കാട്ടിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തെന്മല ഇക്കോ ടൂറിസം.
കൊല്ലം ചെങ്കോട്ട റോഡ് ട്രിപ്പിലെ ഒരു ഹൈലൈറ്റഡ് വരുന്നൊരു പാലമാണ് 13 കണ്ണാറ പാലം. 1904 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിയിപ്പിച്ചിട്ടുള്ളൊരു പാലമാണ്. 13 അറകളുള്ളത് കൊണ്ട് തന്നെ 13 കണ്ണാറ പാലം എന്നാണ് ഈ പാലത്തിനെ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് തെങ്കാശിയിൽ കണക്ട് ചെയ്യുന്നൊരു പാലമാണ്. തെങ്കാശിയിൽ നിന്ന് ഗുഡ്സ് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിയിപ്പിച്ചിട്ടുള്ള പാലമാണ് ഈ 13 കണ്ണാറ പാലം. സുർക്കി മിക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ പാലത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരുമല കോവിൽ മലയുടെ അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ മുന്നിലൊരു മലയുണ്ട്, പക്ഷെ അതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്ര ഹൈറ്റുള്ള മലയല്ല, ഒരു 675 സ്റ്റെപ്പ് എന്നുള്ള ഒരു മലയാണ്. എൻ്റെ ഒരു വിശ്വാസപ്രകാരം ആ പുഷ്പ സിനിമയിൽ അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ അരുമല കോവിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മല ഇതാണോ എന്നൊരു സംശയമില്ലാതില്ല. 3 കിലോമീറ്റർ കൂടി ഉള്ളൂ ഇനി ഇതാവാൻ ചാൻസ് ഉണ്ട്. അമ്പലം എന്താ അവിടെ കുഞ്ഞായിട്ട് കാണുന്നുണ്ട്. ഒരു പഴനിയുടെയൊക്കെ ലുക്കുള്ള ഒരു അമ്പലം. എത്താറായിട്ടുണ്ട്. ഇവിടെ അമ്പലം. ആ ബസ് പോകുന്നതിൻ്റെ കുറച്ചുകൂടെ മുന്നിലാണ് എൻട്രൻസ് വരുന്നത്. ഇതാണ് തിരുമലക്കോവിൽ എൻട്രൻസ്. 675 പടിയുള്ള സ്റ്റെപ്പ് കയറിയും പോവാം, അല്ലാതെ ഈ അടുത്ത കാലത്ത് വണ്ടി കയറ്റിവിടുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ഇതിലേ പോകും. നടന്നു ഇവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മുകളിലോട്ട് കയറി പോകുന്ന വണ്ടിക്ക് കയറി പോകുന്ന എൻട്രൻസ്. ഇത് ഗണപതി കോവിൽ. ഇതിന് സൈഡിൽ കൂടി മുകളിലേക്ക് പോകുന്ന വഴി. നടന്ന് കയറുന്ന സ്റ്റെപ്പുകളാണ്. പിന്നെ മുകളിലോട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഓരോരോ ഹട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് പതിയെ പോയാൽ മതിയാവും. അവിടെ എത്തും അമ്പലത്തി. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതാണ് ടിക്കറ്റ്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. വണ്ടിയിൽ പോകാനായിട്ട് അധിക ദൂരമില്ല, പക്ഷെ നടക്കാനായിട്ടാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും.
തുറന്നിട്ടുള്ള വഴിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ 9:15 ആയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ശബരിമല സീസണാണ്, അതിൻ്റെയും തിരക്കുകളുണ്ട്. മൂടിയ കാലാവസ്ഥയാണ്, പക്ഷേ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. എന്തായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. അവിടെയാണ് അമ്പലം. അപ്പോൾ ഇതാണ് പൂളിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളിവിടെ ഇത് പാർക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഇത് താഴെ ആ ഭാഗത്തു നിന്നാണ് കയറി വന്നത്. പണ്ടൊക്കെ അതിൽ നടന്ന് ഈ സ്റ്റെപ്പ് വഴിയും അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പ് വഴിയാണ് ആളുകളൊക്കെ കയറി വന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് അത്യാവശ്യം ഒരു പാനോരമിക് വ്യൂവും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. താഴെ കൃഷികളുണ്ട്, മാവിൻ്റെ കൃഷിയുണ്ട്, തെങ്ങുണ്ട്, നെല്ലിൻ്റെ കൃഷിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. മയിൽ കരയുന്നതിൻ്റെ സൗണ്ട് കേൾക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഉള്ളിൽ അമ്പലത്തിൽ വീഡിയോ എടുക്കുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറിയൊക്കെ നോക്കാം. എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. നമുക്കപ്പോൾ എന്തായാലും നേരെ അമ്പലത്തിലോട്ട് മുകളിലോട്ട് പോകാൻ ഞങ്ങൾ തൊഴുതിട്ട് താഴോട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ താഴോട്ട് വന്നിട്ട് ഇനി ഒന്നേന്ന് മുകളിലോട്ട് കയറി വീഡിയോ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ബാക്കി കാണാം. ഡ്രോൺ ക്യാമറ ഒക്കെ അലൗഡെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വരുമ്പം തന്നെ ഇച്ചിരി ഹൈറ്റിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. കുറച്ച് പടികളൊക്കെ ആയിട്ട് ഒരമ്പലം. അതായത് നേരത്തെ കാണിച്ച വഴി വന്ന് കയറുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു പാനോരമിക് വ്യൂ കിട്ടുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഏത് സൈഡിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ വ്യൂ കിട്ടുന്നതാണ്. പക്ഷേ ഇച്ചിരി ഒരു മൂടിയ വിസിബിലിറ്റി കുറഞ്ഞൊരു ക്ലൈമറ്റാണ്. ചെറിയ ചൂടുണ്ട്, ചെറിയ തണുപ്പുണ്ട്, പക്ഷെ കാണുന്നതിനൊരു ഇച്ചിരി വിസിബിലിറ്റി കുറവുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു നട. മുകളിലൊരു ഗോപുരം കാണാനുണ്ട്. ബാലമുരുകൻ ആണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ബാലമുരുകൻ്റെയും മറ്റു ദൈവങ്ങളുടെയൊക്കെ കൊത്തുപണിയൊക്കെ കഴിപ്പിച്ച ഒരു അടിപൊളി ഒരു ആർച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് 2 ചുറ്റമ്പലമുണ്ട്. ഒന്ന് അമ്പലത്തിൽ ഇതിനുള്ളിലൊരു ചുറ്റമ്പലമുണ്ട്, ഇതിലേ ഒരു ചുറ്റമ്പലമുണ്ട്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് കയറി വന്നത്. അതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇവിടെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചെയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. നടക്കേണ്ട ഭാഗത്തിൽ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പൊതുവേ ഇവിടെ അധികം ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് പെയിൻറ്റ് തറയിലൊക്കെ അടിച്ചിട്ടുണ്ട്. താഴെ ബസ്സിലൊക്കെ വരുന്നവർക്ക് അവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ആളുകളെ കൊണ്ടെത്തിക്കുന്ന ടെമ്പോ സർവീസൊക്കെ ഉണ്ട്. കുഞ്ഞ് ബസ് സർവീസ് ഉണ്ട്. ഒരു പുളിമരം, ഇവിടെയും പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ ഒരു അടിപൊളി അമ്പലക്കുളം, പുറകില് മലനിരകളൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു അടിപൊളി അമ്പലക്കുളം. ഫുൾ കല്ല് കൊണ്ട് പണിയിപ്പിച്ചൊരു അമ്പലമാണിത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ്. പിന്നെ പൊതുവെ ഈ സൈഡ് ഫുള്ള് തമിഴ്നാടാണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ കൃഷികളാണ് ഇവിടെ. നെൽപ്പാടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് നെൽപ്പാടം. പക്ഷെ ദൂരമായിട്ടൊക്കെ നെൽപ്പാടം കാണാൻ പറ്റുന്നുണ്ട്, മലയും കാണാനുണ്ട്. പക്ഷേ
നേരത്തെ പറഞ്ഞതുപോലെ വിസിബിലിറ്റി വളരെ കുറവാണ്. ഇവിടെ ഒരു പാടത്തിന് നടുവിലൊരു കുളം, ഇവിടെ കുറച്ച് ആടുകളൊക്കെ നിൽപ്പുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല, എന്തോ ആണ് സംഭവം, എന്താണെന്നൊരു പിടിയില്ല. അമ്പലത്തിൻ്റെ വേറൊരു സൈഡാണ്. ഈ സൈഡിലും കൃഷി, പ്ലെയിൻ ലാൻഡ് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മലകളൊക്കെ കാണാറുണ്ട്. ആ മലയുടെ മുകളിൽ നിന്നിട്ടാണ് പുഷ്പ സിനിമയിൽ അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്നത്. തോളൊക്കെ ചരിച്ചിട്ട് പൊട്ടി ചെരുപ്പിട്ട് കളിക്കുന്ന ഡാൻസ് ആ മലയുടെ മുകളിൽ നിന്നാണ് കാണാൻ പറ്റുന്നതെന്നുണ്ട്, അറിയില്ല. സൂര്യൻ ഇവിടെ നിന്ന് അയ്യോ മുഖത്തേന് അടിക്കുന്നുണ്ട്, എനിക്ക് ഡിസ്പ്ലേയിലോട്ട് കാണാൻ വയ്യ. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. കല്ലിൽ കുറേ കുത്തുപണികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ ഒരു തമിഴ്നാട് അമ്പലത്തിൻ്റെതായ വൈറ്റ് ആൻഡ് റെഡ് സ്ട്രൈപ്പ് കളറാണ് ഈ അമ്പലത്തിനും കൊടുത്തേക്കുന്നത്. അത് ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു മനസ്സിലാവുന്ന രീതിക്ക് ഒരു മിനി പളനി പോലെയൊക്കെ ലുക്കുള്ള ഒരു അമ്പലവും കൂടിയാണ് ഈ തിരുമലൈ മുരുകൻ കോവിൽ. വലിയ വലിയ മീനൊക്കെ കാണാനുണ്ട്. ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയൊക്കെ നിൽക്കുന്നുണ്ട്. മീനുകളൊക്കെ ഉള്ളത് കുളമാണ്. ഈ പിടിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. അമ്പലത്തിൻ്റെ ചുറ്റും ഏതാണ്ട് മരങ്ങളിലുള്ള ഭാഗത്തുമൊക്കെ ചെറിയൊരു തണലൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. സൂര്യൻ ഇവിടെ അങ്ങനെ ക്ലിയർ ആയിട്ടില്ല, മേഘത്തിൻ്റെ ഇടയിലാണ്, എങ്കിൽ പോലും അത്യാവശ്യം നല്ല ചൂടാണ്. ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ സാധാരണ അനുഭവിക്കുന്ന ചൂടിനേക്കാളും ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഇച്ചിരി ഏജ്ഡായൊരു അപ്പൂപ്പൻ സ്റ്റെപ്പ് എല്ലാം നടന്ന് കയറുവാണ്. നടന്ന് കയറുന്നത് കണ്ടായിട്ടുള്ള ഒരേ ഒരാൾ, ബാക്കി കംപ്ലീറ്റ് ആൾക്കാരും വണ്ടിയിലാണ്. അപ്പൂപ്പൻ 675 പടികൾ ഇത് നടന്ന് കയറുവാണ്. ഇരുന്ന് കഴിഞ്ഞാൽ അല്ലു അർജുൻ ഡാൻസ് കളിച്ച മല കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ നീല ബിൽഡിങ്ങിന് പുറയിൽ കാണുന്ന കുഞ്ഞുമല, അതിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലം ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും. പക്ഷേ ആ സ്ഥലം ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്, ആളുകളെ കയറ്റി വിടുന്നില്ല. മാർച്ച് ഏപ്രിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട മാങ്ങയൊക്കെ ഇവിടെ പൂവായി കായായൊക്കെ നിൽക്കുന്നുണ്ട്. ഉടനെ ഇനിയിപ്പോൾ ഇതൊക്കെ വണ്ടി കയറി കേരളത്തിലോട്ട് വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.